1 Corinthians 1:23 and 24. But we preach Christ crucified, to the Jews a stumbling block and to the Greeks foolishness, but to those who are called, both Jews and Greeks, Christ the power of God and the wisdom of God. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും എങ്കിലും യഹൂദന്മാരാകട്ടെ യൗനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. The cross stands at the center of our faith, not as a symbol of defeat, but of victory, not as a mark of shame, but of glory. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ അടയാളമാണ് വിജയകരമായ കുരിശ്. ഇത് പരാജയത്തിൻ്റെ അടയാളമല്ല, പിന്നെയോ വിജയക്കൊടിയാണ്. ഇത് മഹത്വത്തിൻ്റെ ചിഹ്നമാണ്. The world may see the cross as weakness, but to those with eyes of faith, it is the power of God. ലോകം ക്രൂശിനെ പരാജയത്തിൻ്റെ അടയാളമായി കാണുമായിരിക്കാം, എന്നാൽ വിശ്വാസത്തിൻ്റെ നയനങ്ങളുള്ള നമുക്കോ ഇത് ദൈവശക്തിയാണ്. Upon it, Christ conquered death. Love triumphed over hate and mercy silenced judgment. ക്രൂശിന്മേൽ നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചു. സ്നേഹം കൊണ്ട് വിദ്വേഷത്തെ ഇല്ലാതാക്കി. ന്യായവിധിക്കു പകരം കരുണ ഏവർക്കും ലഭ്യമായി. The cross is the throne of the king who reigns with humility. താഴ്മയോടെ ഭരിക്കുന്ന രാജാവിൻ്റെ സിംഹാസനമാണ് കുരിശ്. It is the altar where the Lamb of God offered himself for the life of the world. ലോകത്തിൻ്റെ ജീവനു വേണ്ടി യാഗമായി ദൈവ കുഞ്ഞാട് അർപ്പിക്കപ്പെട്ട അൽത്താരയാണ് വിജയകരമായ ശ്ലീബ. It is the bridge that spans the abyss between God and man. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയെ അടുത്തുവരുത്തിയ പാലമാണ് വിജയകരമായ ശ്ലീബ. And it is the narrow path we are called to walk, taking up our own crosses daily in love and obedience. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടുങ്ങിയ പാതയാണ്. നമ്മളും നമ്മുടെ കുരിശെടുത്ത് ദിനം പ്രതി സ്നേഹത്തോടും അനുസരണത്തോടും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ. O Lord, imprint your cross upon our hearts. കർത്താവേ, അങ്ങയുടെ വിജയകരമായ ശ്ലീബായുടെ മുദ്ര ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമേ. Let it shape our lives, define our choices, and lead us ever closer to you. അത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ, ഞങ്ങളുടെ തീരുമാനങ്ങളെ നയിക്കണമേ. അങ്ങയോട് ഒന്നുകൂടെ അടുത്തു വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. In its shadow may we find strength, forgiveness, and the hope of resurrection. Amen. അതിൻ്റെ നിഴലിൽ ഞങ്ങൾ ശക്തിയും പാപപരിഹാരവും പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയും കണ്ടെത്തുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.